അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മോർണിംഗ് വ്ളോഗാണ്. മോർണിംഗ് വ്ളോഗ് മാത്രമല്ല, ലഞ്ചും കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഒരു അടിപൊളി കിടുക്കാച്ചി വ്ളോഗാണ്. അപ്പം മറക്കാതെ ആദ്യം തന്നെ ഒരു ലൈക്കെങ്കിലും ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് കുറേ വിശേഷങ്ങളുണ്ട് കേട്ടോ. ലഞ്ചിന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബീഫ് കറിയാണ്. അത് പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയതാണ്. കാരണം ഇതിൽ ഉള്ളിയൊന്നും ഞാൻ വാട്ടുന്നേ ഇല്ല. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ബീഫ് ചില്ലി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അതിൻ്റെതായ കണ്ടുപിടുത്താണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പം മഴയായോണ്ട് തന്നെ സ്കൂളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അതിരാവിലെ ഞാൻ വീഡിയോ എടുക്കലൊന്നുമില്ല, ഒരിക്കലും അങ്ങനെ എടുക്കലില്ല, മറന്നു പോവും. അപ്പം ഒരു 8 മണിയായിട്ടുണ്ടാവും. ഉപ്പ രാവിലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പറമ്പ്, അതായത് നമ്മളെ കണ്ടത്തിൽ എന്ന് പറയും, ഇപ്പം കണ്ടത്തിലേക്ക് പോന്നാണേ. വല്ലാണ്ട് പുല്ല് മുളച്ചോണ്ട് തന്നെ പേടിയാന്നുണ്ട് കിടക്കേന്. കാരണം പാമ്പാട്ടം ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഉപ്പ ആദ്യം പോയി, പിന്നെ മോളും പോയിക്ക്, പിന്നെ ഞാൻ നോക്കണ്ടില്ലല്ലോ. അങ്ങനെ ഞാനും നടന്നിട്ടുണ്ട്. പിന്നെ കുറേ ദിവസമായി കൊല, അതായത് ബനാനയില്ലേ, അത് പഴുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിലുള്ളവർ പറഞ്ഞിട്ട്. പക്ഷേ കാട് കാരണം പോകാൻ പറ്റുന്നില്ല. ഈ ഒരു കൊലയാണ് താരം. ഇത് കദളിപ്പയാണ്. ഏകദേശം തായെല്ലാം പഴുത്തിട്ടുണ്ട്. അത് വായ അടക്കം ഫുള്ളായിട്ട് വീണ് പോയിട്ടുണ്ട്. പിന്നെ ഒരു ദിവസമായിട്ടേ ഉള്ളൂ, അതുകൊണ്ട് ഒന്നും ആയിട്ടൊന്നുമില്ല. 2-3 പഴം അത് എന്തോ തിന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇന്നത്തെ ലക്ഷ്യം ചക്ക ഉണ്ട്. ഒരു 5-8 ചക്ക ഉണ്ട് താഴത്തായിട്ട്. ഇപ്പോൾ കുറേ ആയി ചക്ക പറിക്കണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ ആരെയും കിട്ടുന്നില്ല, ഉപ്പാക്കാനേ ടൈമും ഇല്ല. ഇനി ചക്ക മധുരം ഉണ്ടാവും എന്നറിയില്ല. കാരണം മഴ പെയ്തോണ്ട് തന്നെ വെള്ളം കവളിയ പോലെ ഉണ്ടാവും. അതുപോലെ കുരുല് മുള വന്നിട്ടുണ്ടാവും, അതായത് വേര് വന്നിട്ടുണ്ടാവും. ഉപ്പാക്ക് കയ്യും പോലെ ഉപ്പ ആടേടെല്ലാം പുല്ലെല്ലാം പറിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഫുള്ളായിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിലുള്ള ഒരു മെഷീൻ വെച്ചിട്ട് പുല്ലെല്ലാം ഇതാക്കുന്ന ആളെ വിളിച്ചിട്ടുണ്ട്. 1 മണിക്കൂറിന് 300 രൂപയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാനും ഓരോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നമ്മളെയും കൂടിയും വെട്ടി തെളിച്ചേറണമെന്ന്. കാരണം ഓരോ പറമ്പിലെല്ലാം കാരി ഇറങ്ങിയിട്ട് പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന ആൾക്കാരല്ലേ, ഓര് എന്തായാലും ഇതിലൂടെയാണ് പോവുക. അപ്പം അങ്ങനെ കാട് കാരണം പോകാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം മറ്റുള്ളവർക്ക് ഉപദ്രവാക്കുന്ന നല്ലതല്ലല്ലോ. ഏകദേശം ഈ കൊല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു 2-3 ദിവസം മതി ഫുള്ളായിട്ട് പഴുത്തോളും. പിന്നെ ഞാൻ അപ്പുറത്തെ പുരയിലെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അവിടുത്തെ ഇലകളെല്ലാം എന്തെല്ലോ തിന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടേനും. പിന്നെ നേരെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ട, ഈ ഒരു ചക്ക ഏറ്റവും ഹൈറ്റിലുള്ളത്. ഇതിൽ മുന്നേ ഉള്ളതെല്ലാം വീണ് പോയിട്ടുണ്ടേനും പഴുത്തിട്ട്. ആർക്കും പറിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഉപ്പാക്ക് ടൈമും ഇല്ലാത്തതുകൊണ്ട് ഇതുവരെ വരാനും പറ്റിയിട്ടില്ല. താഴെയുള്ള ചക്കയെല്ലാം പരമാവധി പറിച്ചിട്ടുണ്ട്. ഒരു 5 എണ്ണം ഉണ്ട് കേട്ടോ. അതിലൊന്ന് സൈഡായിട്ട് കെട്ടിയിട്ടുണ്ട്. അത് പഴുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്മെല്ലടിക്കുന്നുണ്ട്, നല്ലൊരു മണം വരുന്നുണ്ട്. ഈ ചക്കയും മാങ്ങയെല്ലാം ഉള്ള സമയത്ത് വീട് മൊത്തം ഒരു ഈച്ച വരും കേട്ടോ. അത് വല്ലാണ്ട് ഉണ്ടാവും. ഇപ്പം കുറവാണ്. ഈ ഒരു സമയം ജൂൺ സമയത്തെല്ലാം നന്നായിട്ടുണ്ടേനും. പച്ചമുളക് പറിക്കുമ്പം ഉപ്പാപ്പയും മോളും കൂടിയിട്ട് സംഭാഷണത്തിലാണ്. ഓള് പറയുന്നത് ഞാൻ ഇതുവരെ ഇതൊന്നും ഇവിടെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഉപ്പ പറയുന്നുണ്ട്, ഇടയ്ക്ക് ഇവിടെയെല്ലാം വന്ന് നോക്കിയാൽ മതി എന്തെല്ലാം ഉള്ളതെന്ന്, എനിക്ക് വെള്ളമെല്ലാം നനച്ചു കൊടുക്കണമെന്ന്. ഓള് ഈ ഒരു പച്ചമുളക് കുറേ ഉണ്ട്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നല്ല പറയുന്നത്. അപ്പം ഈ ഒരു ഉണ്ടമുളകാണ്. എരിവ് ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഉണ്ടാവുന്ന തോന്നിയിട്ടുള്ളത്. ഉണ്ടമുളകിന് കുറച്ച് എരിവ് കൂടുതലാണെന്ന് പറയുന്നുണ്ട്. ഇപ്പം ഉണ്ടല്ലോ, ഈ ഒരു ടൈമിന് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നേരത്തെ മഴയൊന്നും ഇല്ലേനും, അങ്ങനെയാണ് പെട്ടെന്ന് മഴ പെയ്യുക. പിന്നെ ചിലപ്പോൾ നല്ലോണം പെയ്യും, പിന്നെ ഉണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് സ്കൂള് ഇപ്പം അധികം ലീവാണല്ലോ. ഇന്നും സ്കൂള് ആർക്കും ഇല്ല. അതുകൊണ്ടാണ് ചിലർ ഉറങ്ങുന്നുണ്ട്, ചിലർ എണീറ്റിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ചക്ക ഉണ്ടാ, ചക്ക വലിയ ചുളയായിട്ടുള്ളത്. അത് മാത്രമല്ല, 1-2 ചുളയേ ഉള്ളൂ. മഴ പെയ്തുകൊണ്ട് തന്നെ വലിയ ചുള ഉണ്ടാവുന്ന അപ്പുറത്തെ വീട്ടിലുള്ള ഒരു പറഞ്ഞിട്ടുണ്ടേനും. പിന്നെ മധുരവും കുറവാണ്. കണ്ട നിങ്ങൾ, കുരുവില് മുള വന്നിട്ടുണ്ട്, അതായത് വേര് മുളച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ 2 ചക്ക ഞാൻ എടുത്തിട്ട് 2 ചക്ക ഉപ്പ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പുറത്തോലോടെല്ലാം ചോദിച്ച് ചക്ക വേണം, പക്ഷെ ഒരിക്കൽ വേണ്ട, എന്തായാലും മധുരമൊന്നും ഉണ്ടാവില്ല എന്ന് ഓല് പറയുന്നത്. പിന്നെ ഇവിടെ കുറേ അടക്കേൻ്റെ തൈ മുളച്ചിട്ടുണ്ട്, അതിന് മാറ്റി കുഴിച്ചിടണം. ഇത് കണ്ട, ഈ ഒരു സാധനം, ഇത് വായൻ്റെ കാമ്പ് കൂമ്പ് എന്നെല്ലാം പറയട്ടാ. ഇത് കിഡ്നി സ്റ്റോണ്, കുറേ അസുഖത്തിനെല്ലാം ഒരു മെഡിസിൻ തന്നെയാണ്. വേരടങ്ങിയ നാരടങ്ങിയ ഭക്ഷണം കഴിക്കണം എന്നല്ലേ പറയല്. പക്ഷെ എനിക്ക് ഉണ്ടാക്കുന്ന അറിഞ്ഞൂടാ, ഞാൻ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. ഇത് നാരോട് കൂടി കഴിക്കണം എന്ന് പറയും. അപ്പോൾ ഇത് ഉപ്പ കൊണ്ടുവന്നാണ്. പിന്നെ ഈ ഒരു വായല നേരത്തെ ഒടിഞ്ഞ വായന്ന് പറിച്ചതാണ്. പിന്നെ അനക്ക് ഇതിൻ്റെ ആവശ്യമില്ല, കാരണം കയ്യെത്തും ദൂരത്തും നമുക്ക് വായയില ഉള്ളതുകൊണ്ട് അത് വേണമെന്നില്ല. എൻ്റെ വെച്ചിട്ട് ആരാൻ്റെ എടുക്കുകയെന്ന് പറയൂലേ, അതുപോലെയാണ്. പിന്നെ ഓരിക്കത് വേണ്ടയില്ല, കാരണം ഒരു പത്തിലോ ഒന്നും ചുടലില്ല. എൻ്റെ കൂടെ എടുത്തോ എന്ന് പറഞ്ഞതാണ്. ഞാൻ ഒറോട്ടി പത്തിൽ, പിന്നെ മീൻ വെച്ച പത്തിൽ, അട, അതുപോലെ നമ്മുടെ ചോറ് വയ്ക്കാനെല്ലാം എടുക്കും കേട്ടോ. ഇല എപ്പോഴെങ്കിലും എല്ലെന്നൊന്നും ഇല്ല. അത് കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. മാവ് ബാക്കിയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഓപ്ഷനൊന്നുമില്ല, ഇഡ്ഡലി ചുടാന്ന് വിചാരിച്ചു. ഇതിൽ മുന്നേ ഞാൻ വാങ്ങിയ ഇഡ്ഡലി ചെമ്പ് മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ
ഒരു ഇഡ്ഡലി പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ വ്ളോഗിൽ കുഞ്ഞു ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ നോർമലായിട്ടുള്ള ഇഡ്ഡലിയാണ്. ഇതിൽ ഞാൻ കളറും ഇതൊന്നും ചേർത്തിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. കാരണം പഴിച്ചിട്ട് കണ്ണ് കാണുന്നില്ല കേട്ടോ. നേരെ വന്നിട്ട് ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ പുറത്തുനിന്നെല്ലാം ഒന്ന് ഇറങ്ങി നിൽക്കുമ്പോൾ നമുക്ക് നേരെ വിശപ്പിങ് തുടങ്ങും. പിന്നെ ഒന്നും കാണൂല, വേഗം ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിക്കും. അതിൻ്റെ കൂടെ ഞാൻ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. തേങ്ങാ ചട്നിയാണ്. ഇപ്പോൾ സാമ്പാറൊന്നുമില്ല, ആകെ ഒരു ചട്നി മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അത് ഇവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മെയിനായിട്ട് സ്കൂളെല്ലാം ഉണ്ടാകുമ്പം ഇഡ്ഡലി മാവ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലി ചുടാം, മസാല ദോശ ഇടാം, പിന്നെ തട്ട് ദോശയെല്ലാം ചുട്ടെടുക്കാം. അങ്ങനെ ഞാൻ മാവ് ഒരുമിച്ചിട്ട് കൂടുതലായിട്ട് ആക്കി എടുത്തിട്ടുള്ളതാണ്. കണ്ട നിങ്ങൾ ഈ ഒരു ഇഡ്ഡലി സോഫ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. ഈ ഒരു മാവിനെ കൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാം ആക്കിയെടുക്കൽ. ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഐ ബട്ടന് തൊട്ട് മേലെ അതിൻ്റെ ചിഹ്നം ഉണ്ടാകും, അതിൻ്റെ കൂടെ ഇടാം കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, നിങ്ങൾ കാണാൻ മറക്കല്ലേ. പിന്നെ ഞാനുണ്ടല്ലോ ഈസ്റ്റൊന്നും ചേർക്കലൊന്നും ഇല്ല, ഈസ്റ്റൊന്നും ചേർക്കാണ്ട് തന്നെയാണ് ഇഡ്ഡലിയെല്ലാം ഉണ്ടാക്കിയെടുക്കൽ. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ചട്നീൻ്റെ കൂടെ ചുവന്ന കായ്മുളകില്ലേ, അത് ഫ്രൈ ചെയ്തിട്ട് കുറച്ച് കൂടുതൽ ഇടലുണ്ട് കേട്ടോ. അതിങ്ങനെ അതിൻ്റെ നീര് വരും, അത് കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഇന്നത്തെ രാവിലത്തെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് ഓരോ പണിയിലുള്ളത്. അമ്മന് ഡ്രോയിങ് ചിത്രം വരക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മുന്നേ ഞാൻ ക്ലീൻ ആക്കുന്ന ടൈമിന് ഞാൻ 2015 വരച്ച ഡ്രോയിങ് ആണ്. വരച്ചതെല്ലാം പെയിൻറ്റിങ് കൊടുത്തതാണ്. ഇപ്പം ഞാൻ UAE സമയത്ത് ചെയ്തതാണ്. പോകുമ്പം കൊണ്ടുപോയതിനും ആ ടൈമിന് അമ്മന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നന്നായി ടൈമുണ്ട്. പിന്നെ ഇങ്ങനെ ആ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിത്രം വരയ്ക്കാനും പെയിൻറ്റിങ് ചെയ്യാനെല്ലാം. ഇതിനെല്ലാം നല്ല ക്ഷമ വേണം. ഇപ്പം തീരെ ടൈമില്ലാത്തത് ക്ഷമയാണ്, സമയമില്ല. എല്ലാം മറന്നും പോയി കേട്ടോ. ഇപ്പം വരക്കുന്ന പോലും അറിഞ്ഞുകൂടാ. നോക്കിയിട്ടെല്ലാം വരക്കലുണ്ടേനും, പെന്നുകൊണ്ടെല്ലാം നന്നായിട്ട് വരക്കലുണ്ടേനും. പക്ഷേ ഇപ്പം ഇവരോട് പറയുമ്പോൾ ഇവരെന്നെ കളിയാക്കുന്നുണ്ട്, ഉമ്മക്ക് വരക്കുന്നതൊന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞിട്ട്. അപ്പം മക്കൾക്ക് കൊടുത്തുവിടുന്ന സമയത്ത് ഹസ്ബൻഡ് അനക്കും കളറ് കൊടുത്തയച്ചിട്ടുണ്ട്. അക്രിലിക്കിൻ്റെ പെയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് ചെയ്യോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്കൊരു ഇൻട്രസ്റ്റ് വരൂലേ, ആ ഒരു ടൈമിന് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഗ്ലൂ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. മുന്നേ ഞാൻ ചെറുതായിട്ട് ക്രാഫ്റ്റ് എല്ലാം ചെയ്യലുണ്ടേനും മുട്ടത്തോടിനെ കൊണ്ടെല്ലാം. പക്ഷേ ഇപ്പം ഒന്നും ബ്ലാങ്ക് ആണ് മൊത്തത്തിൽ. അത് കഴിഞ്ഞ് നേരെ ഞാൻ വർക്ക് ഏരിയയിൽ വന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടുപോയിട്ടിട്ടുണ്ട് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്. കിച്ചണിലെ കട്ട്ലറി സെക്ഷൻ ഉണ്ട്. സ്പൂണെല്ലാം വെക്കുന്ന ആ ഒരു ബോക്സ് മൊത്തം കച്ചറി ആയിട്ടുണ്ട്. അപ്പം ഞാനത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, കിഡ്സ് റൂമിൽ മക്കൾ അണ്ടർ ഗാർമെൻറ്റ്സ് എല്ലാം വെക്കുന്ന ചെറിയ ചെറിയ ബോക്സ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ മൊത്തത്തിൽ ക്ലീൻ ആക്കാൻ ഇട്ടിട്ടുണ്ട്. പുറത്ത് വെച്ചതിന് മഴയായതുകൊണ്ട് വീണ്ടും ഞാൻ ഉള്ളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് തുടച്ച് കളയാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു പണിക്കെല്ലാം ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ക്ലീനിങ് അങ്ങനെ നടക്കൂല. ശനിയും ഞായറും മാത്രമേ ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങലുള്ളൂ. പിന്നെ സ്കൂളിലെ സമയത്ത് ഫുൾ ഓരോ കൊണ്ടാക്കുക, അവർക്ക് ഫുഡ് കൊണ്ട് കൊടുക്കുക, ഉച്ചക്കത്തെ പണി, വേഗം വേഗം സമയം പോകും, ടൈം നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വർക്ക് ഏരിയയിലേക്ക് വന്നിട്ട് ആ പാത്രങ്ങളെല്ലാം കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ സിറ്റിംഗ് ആയിട്ട് ഇരുന്നൊരു ഭാഗമുണ്ട് വർക്ക് ഏരിയയിൽ. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഞാൻ വെക്കുന്നത്. തണാന്ന് പറയും നമ്മൾ, ആ ഒരു ഭാഗത്താണ് വെക്കുന്നത്. കാറ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പം എല്ലാം പോവും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. പെട്ടെന്നാണ് മഴ പെയ്യുക. നമ്മൾ ചില്ലടിക്കുമെന്ന് പറയൂലേ, ആ ചില്ലെല്ലാം അടിച്ചു കഴിഞ്ഞാൽ മൊത്തം ഫ്ലോപ്പ് ആവും. ഇപ്പം മഴയൊന്നും പെയ്യുന്നില്ല. ഞാൻ ചെയ്യുന്ന പോലെ നിങ്ങളാരും ചെയ്യല്ലേ. ഞാൻ ചെയ്യലെന്ന് വെച്ചാൽ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിക്കും. എന്നിട്ട് മൊത്തത്തിൽ വലിച്ചിടും. ഒരു ഭാഗത്ത് അലക്കേന്, ഒരു ഭാഗത്ത് പാത്രം കൈവെക്കാൻ, അപ്പുറത്തതാണെങ്കിൽ വേറെ എന്തെങ്കിലും പണി. എന്നിട്ട് പിന്നെ മൊത്തത്തിൽ ഞാനാകെ തലക്ക് കൈവച്ചും ഒന്നും ചെയ്യാൻ പറ്റൂല. ഇത് ഏടുന്ന് തുടങ്ങുമെന്ന് വിചാരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പം കൈവെക്കുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാനൊന്ന് പുറത്ത് പോയിട്ട് അല്ലറ ചില്ലറ സാധനം വാങ്ങിയിട്ടാ. ഒന്നാമത് വാങ്ങിച്ചിട്ടുള്ളത് ബീഫാണ്. 1 കിലോ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കറി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ആദ്യം മക്കളോട് പറഞ്ഞു ഇന്ന് ബീഫ് ബിരിയാണി ഉണ്ടാക്കി തരട്ടെ. അപ്പോൾ അവർ ഭയങ്കര ആവേശമായി. പക്ഷേ ഞാൻ പെട്ടെന്ന് തന്നെ റൂട്ട് മാറ്റി കേട്ടാ. ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ രാത്രി കറി ഉണ്ടാവില്ല, അത് പിറ്റേന്ന് എടുക്കാനും പറ്റൂല. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഉള്ളിയൊന്നും വാട്ടാണ്ടാണ് ഞാൻ ബീഫ് കറി ഉണ്ടാക്കുന്നത്. ഞാൻ ഇത് കറക്റ്റ് അളവ് നോക്കുന്നതാണ്. ആദ്യം പ്ലേറ്റ് വെച്ച് 1 കിലോൻ്റെ മേലുണ്ട്. 1 കിലോൻ്റെ ബീഫിന് 1 കിലോൻ്റെ മേലെ വന്ന് അപ്പം പ്ലേറ്റ് കനയുണ്ടല്ലോ. പിന്നെ ഞാൻ കവർ വെച്ചിട്ട് അളന്ന് നോക്കുമ്പം 380 ഗ്രാം. ബാക്കി ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടേനും. കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില എടുത്തിട്ടുണ്ട് കേട്ടാ. പിന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് ബീഫ്. ഉള്ളി തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതിലേക്ക് മുറിച്ചിടുന്നുണ്ട്. 1 കിലോ ബീഫ് വാങ്ങിക്കഴിഞ്ഞാൽ കഴുകുന്ന സമയത്ത് ഞാൻ അതിലുള്ള നെയ്യെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ കഴിക്കുന്ന മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ വെയിറ്റ് കുറഞ്ഞു പോയത്. പിന്നെ അത് കുറച്ച് അമ്മന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ പൊരിച്ച് തരുമെന്ന്. അപ്പം അങ്ങനെ പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി തക്കാളി ഞാൻ അരിഞ്ഞിടുന്നുണ്ട്. ഈ ഒരു ഉള്ളി മുറിച്ചിടുന്ന സാധനം ഞാനിപ്പോൾ 5 വർഷമായി എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഐക്കേൻ്റെ പ്രൊഡക്റ്റ്
കറക്റ്റാണ്. ഞാൻ ആദ്യം എപ്പോഴും പറയലുണ്ട്, ഇത് ഞാൻ പോകുമ്പോൾ എടുക്കും, വരുമ്പോൾ ഇങ്ങ് കൊണ്ടുവരും. ഒന്നും ആയിട്ടില്ല. ഇനി നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ടായ ഉണ്ടമുളകുണ്ട്, അത് 3 ഞാൻ മുറിച്ചിടുന്നുണ്ട്. ആ ഒരു മുളക് എന്തായി ഞാൻ കുഴിച്ചിട്ടൊന്നുമില്ല കേട്ടാ, വിത്ത് ആയിട്ട് പൊടിച്ചതാണ്. ഇനി എടുക്കാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അത് ഞാൻ എപ്പോഴും പറയും പോലെ 1 ടേബിൾ സ്പൂണിന്റെ കണക്കാണ്. അത് ഇത്രയൊന്നുമില്ല, 1 ടേബിൾ സ്പൂണ് കറക്റ്റ് അളവിൽ രണ്ടും കൂടി ഒരുമിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ അമ്മിക്കുട്ടിയിലാണ് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.25 ടേബിൾ സ്പൂണ് മുളകിന്റെ പൊടിയും 1.5 ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബീഫ് മസാല ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി 3/4 ടേബിൾ സ്പൂണ് കുരുമുളകിന്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല എരിവുണ്ട് കേട്ടാ. ഞാൻ കുറച്ച് ഇട്ട് കൊടുത്താൽ തന്നെ ഓംപ്ലേറ്റിലെല്ലാം നല്ല എരിവ് കാണുന്നുണ്ട്. അതേപോലെ നല്ല വറുത്തരച്ചിട്ടുള്ള മല്ലിയാണ്. ആ ഒരു മല്ലിപ്പൊടി ഞാൻ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഇപ്പം കുറച്ചേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ പാകത്തിന് ഉപ്പ് 1.25 ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 1 കപ്പാണ് ഞാൻ ഇപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ അത് മൊത്തത്തിൽ മിക്സ് ആക്കുന്നുണ്ട്. ഇത് കുക്കറിൽ നേരിട്ടിട്ടിട്ടാണ് ഞാൻ ആദ്യമെല്ലാം ചെയ്യല്. പക്ഷേ ഞാൻ ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ബൗളിൽ തന്നെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. വീണ്ടും ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബീഫിൽ ഓൾറെഡി വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും, അതുകൊണ്ട് കുറേ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണമെന്നില്ല. പിന്നെ ഇനി കുക്കറിലേക്ക് മൊത്തത്തിലെടുത്ത് മാറ്റിയിട്ട് ഞാൻ ഒരു 10-15 മിനിറ്റ് വെക്കുന്നുണ്ട്. ഒരു വിസിലിൻ്റെ കണക്ക് എനിക്ക് പറയാൻ പറ്റില്ല, ഓരോ കുക്കറിന് ഓരോ വിസിലായിരിക്കും. എൻ്റെ കുക്കറിന് വേഗം വിസിൽ വരും. ഇനി അടുത്തതായിട്ട് ഞാൻ മഞ്ഞൾ, മുളക്, കുറച്ച് പെരുംജീരകം, അതായത് വലിയ ജീരകം, പിന്നെ പെപ്പർ പൊടി, ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് മിക്സാക്കി എടുത്ത ബീഫാണ്. അത് ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇടയിൽ തേങ്ങ ഞാൻ മുറിച്ചിട്ടുണ്ടേനും, അപ്പം നമുക്ക് പൊങ്ങ് കിട്ടിയിട്ടുണ്ട്. ഈ തേങ്ങ മുള വന്നു കഴിഞ്ഞാലാണ് ഈ പൊങ്ങ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. അതെങ്ങനെയാണ് വരുന്നതെന്ന് തന്നെ അറിയൂല. നല്ല മധുരം ഉണ്ടാവും കേട്ടോ. വലിയ തേങ്ങയിൽ വലിയ പൊങ്ങ് ഉണ്ടാവും. ആദ്യമെല്ലാം തേങ്ങ ഉരിച്ചിട്ട് കൊടുക്കും. ബോഡയെല്ലാം ആക്കി കൊടുക്കുന്ന ടൈമിന് ഇതുപോലെ കുറേ പൊങ്ങ് കിട്ടും. മുള വന്ന തേങ്ങയാണെങ്കിൽ അവർ നമുക്ക് തരും. അപ്പം അങ്ങനെ കുറേ പൊങ്ങ് കിട്ടലുണ്ട്. ഇത് നല്ല ഇഷ്ടമാണ് ഇവർക്ക് എല്ലാവർക്കും. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ചോറ് വെക്കണം. നെയ്ച്ചോറാണ് എടുക്കുന്നത്. 1 കിലോൻ്റെ ജീരകശാല അരി കറക്റ്റ് എടുത്തിട്ടുണ്ട്. 4 കപ്പ് അരിയാണ് എടുക്കുന്നത്. 4 കപ്പിന് ഒരു 6 കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത്. ഇപ്പം കാണുന്നത് കുക്കർ ഞാൻ മൂടിയെല്ലാം തുറന്നിട്ടുണ്ട് കേട്ടോ. അത് വിസിലെല്ലാം വന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് തുറന്നു നോക്കുന്നത്. അപ്പം നല്ല കളറ് വന്നിട്ടുണ്ട്. അപ്പം ഇനി കുറച്ചും കൂടിയും കഴിഞ്ഞ് നമ്മൾ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കളറ് മാറും. അതിലേക്ക് ഞാൻ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ്, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഇനി ഞാനതവിടെ മാറ്റി വെച്ചിട്ട് അടുത്ത പരിപാടി നമുക്ക് ചോറ് വെക്കണം. അപ്പോൾ ചോറിന് വേണ്ടിയിട്ട് ഈ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആർക്കേജും കൂടിയും ഞാൻ മിക്സ് ആക്കലുണ്ട്. ആർക്കേജ് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് അതെടുത്തിട്ടില്ല. പിന്നെ ഓൾ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി, ഏലക്കായ്, പട്ട, കറാമ്പിൻ്റെ ഇല, അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെരുംജീരകം. എന്നിട്ട് ഒന്ന് വാട്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ അതേ റേഷ്യോയിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ കാണിച്ച ബീഫില്ലേ, അത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടേനും. അത് ബീഫ് ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നന്നായിട്ട് വെന്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് മസാല എല്ലാം അതിലേക്ക് പിടിക്കണം കേട്ടോ. അതുപോലെ ഞാൻ വറ്റിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ ചിക്കനെ പോലെ തോന്നില്ലേ? ഇത് പൊരിച്ചിട്ടും അങ്ങനെ തന്നെയാണ്. ബീഫ് പോലെ എനിക്ക് തോന്നിയിട്ടില്ല. വെള്ളം തിളവന്നതിന് ശേഷം ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. അത് അരി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പറഞ്ഞ് തീരുന്നതിന് മുന്നേ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. കറക്റ്റ് അളവാണ്. എനിക്കത് തിരിച്ചിട്ട് കൊടുക്കേണ്ടതൊന്നും വന്നിട്ടേ ഇല്ല. അപ്പോൾ അതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ചില്ലി ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ചെറിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. കറി വെച്ചതിൻ്റെ ബാക്കിയുള്ള ബീഫാണ്, എല്ലൊന്നും ഇല്ലാത്തത്. അതുകൊണ്ട് തന്നെ കുറച്ചേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി. അതിന് ശേഷം ഞാൻ വലിയ ജീരകം 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ ഞാൻ ബീഫ് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം കരിഞ്ഞു പോവരുത്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഫുള്ളായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. തീ കൂടിപ്പോവേണ്ട, മീഡിയം ഫ്ലെയിമിലായാൽ മതിയേ. അപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. ആ പെരുംജീരകവും കുരുമുളകും ബീഫും എല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ള എള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒരു
മൊഞ്ചിന് വേണ്ടിയിട്ടാണ്, ഗാർണിഷിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു ടീസ്പൂണ് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതേ അളവ് തന്നെ ഗ്രീൻ ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂണ് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ സ്പെഷ്യലായിട്ടുള്ള ബീഫ് ചില്ലി. ഇതിൽ ഉള്ളി, ക്യാപ്സിക്കം അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. അതൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. കറക്റ്റ് ഉള്ളിയാണ്, അത് തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഉള്ള കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ട് ഉള്ള സാധനം കൊണ്ടാണ് ഞാൻ ചില്ലി ഉണ്ടാക്കുന്നത്. പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു നെയ്യിൽ ഉള്ളിയും ക്യാപ്സിക്കവും ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. കുറച്ചും കൂടി നമുക്കൊരു ഗ്രേവി ടൈപ്പായിട്ട് കിട്ടുവേ. പക്ഷെങ്കിലുണ്ടല്ലോ അതൊന്നും വേണമെന്നില്ല കേട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല എരിവും പുളിയും മധുരവും എല്ലാം മിക്സ് ആയിട്ടുള്ളതാണ്. അപ്പം അമ്മന് ചോറ് കഴിക്കുന്ന സമയത്ത് 10ൽ 9 മാർക്കാണ് എനിക്ക് ഇതിൽ കിട്ടിയിട്ടുള്ളത്. ഓനുണ്ടല്ലോ ഇപ്പം പറയുന്നുണ്ട് ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡിനെല്ലാം ഇനി ഞാൻ മാർക്ക് ഇടാന്നെല്ലാം. ഇനിയും ഞാൻ കൂടുതൽ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അടവാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പാണെങ്കിൽ ഭയങ്കര മോട്ടിവേഷനാണ്. കഴിക്കുന്ന ടൈമിനെല്ലാം പറയുന്നുണ്ട് ഉമ്മാൻ്റെ ഫുഡിനെല്ലാം ഇനി ഞാൻ മാർക്ക് ഇടുന്നു. ഞാൻ പറഞ്ഞു ഇനി ഇടണ്ട, ഞാൻ ഉണ്ടാക്കുന്നുമില്ലാന്ന്. പിന്നെ ഈ ഒരു ബീഫ് കറി നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ രാത്രിയാകുമ്പം 10ൽ ചൂടാം, പിന്നെ കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കാം. അങ്ങനെ കുറേ പ്ലാൻ ഉണ്ട് കേട്ടോ. ദോശ ചൂടാം, എങ്ങനെ വേണമെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ അത് മാറ്റി പിടിക്കാം. കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കണമെങ്കിൽ അത് ബീഫ് കറി തന്നെ വേണം, എന്നാൽ അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ചിക്കൻ പൊരിച്ചിട്ട് ഞാൻ കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ട്, കണ്ടു നോക്കണേ. അത് പ്ലേലിസ്റ്റിലുണ്ട്, നാടൻ ഫുഡ് എന്നുള്ള പ്ലേലിസ്റ്റിൽ. നിങ്ങൾ അതൊന്നും കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, യൂട്യൂബ് സജഷൻ ചെയ്യണ്ടേ, എന്നാലല്ലേ എത്തുള്ളൂ. ഒരേ ഞാൻ കുറ്റം പറയുന്നില്ല, എന്താ ചെയ്യുക. അപ്പോൾ ഓരോരുത്തരായിട്ട് ചോറെല്ലാം എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ പ്ലേറ്റ് ഒന്ന് മൊഞ്ചാക്കുന്നുണ്ട്. ആദ്യം ഞാൻ നെയ്ച്ചോറ് ഇട്ടിട്ട് ഒരു ഭാഗത്ത് ബീഫ് കറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ഡാർക്ക് കളറുള്ള ബീഫ് കറിയാണ്. കുരുമുളക് ഇട്ടുകൊണ്ട് തന്നെ നല്ല കളർ ഉണ്ടാവും. പ്രത്യേകിച്ച് മുളക് പൊടി കുറച്ചിട്ട് കുരുമുളക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും കളർ കിട്ടും കേട്ടോ. പിന്നെ പപ്പടം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തുറമാങ്ങേൻ്റെ അച്ചാർ അത് ഇന്ന് വാങ്ങിയതാണ്, വരുന്ന ടൈമിന് നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നോമ്പിനെല്ലാം ഉണ്ടാകുന്ന തുറമാങ്ങയില്ലേ, ആ ഒരു ടേസ്റ്റുള്ള തുറമാങ്ങ അച്ചാറാണ്. അത് നമ്മൾ ടൗണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ എല്ലാവരും ചോറ് വേവിക്കുന്നതാണ്. എല്ലാവർക്കും ഈ ഒരു പ്ലേറ്റാണ് വേണ്ടത്, സൈഡിൽ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മനിന്ന് പ്ലേറ്റ് കിട്ടിയിട്ടില്ല, ഞാൻ എടുത്തോണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പപ്പടയില്ല, 2 മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഞാനത് ചെറുതായിട്ട് പൊരിച്ചെടുത്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ അവർ അടികൂടും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2-3 ഓരോരുത്തർക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ചോറിനുണ്ടല്ലോ കറക്റ്റ് വേവാണ്. ഈ ഒരു ചോറിൽ കറിയും ചില്ലിയും പപ്പടം എല്ലാം കുഴച്ച് മിക്സാക്കി കഴിക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ പുതിയ പുതിയ റെസിപ്പീസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ ബൈ ബൈ, മസ്സലാമ.